ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് വേദയെ ശ്രീജേടത്തിയാണ്. വേദ ഉമ്മർത്തിരിക്കുമ്പോൾ ശ്രീജേടത്തി വേദയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ആ ഫോണും തരൂ, എൻ്റെ ഫോണിൽ കാശില്ലാത്തതുകൊണ്ടാണ്. വേദ അങ്ങനെ ആ ഫോൺ കൊടുക്കുന്നുണ്ട്. ശ്രീജേടത്തി പറയാണ്, വിശ്വേട്ടനെ ഒന്ന് വിളിക്കാനാ. അത് ശരി, അപ്പോൾ ഭർത്താവിനെ ജോലി ചെയ്യാൻ വിടാത്തത് ശ്രീജേടത്തിയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് വിളിച്ച് വിവരം അന്വേഷിക്കുമ്പോൾ ആൾക്കൊരു സന്തോഷമാകുമല്ലോ. ശ്രീജേടത്തി വിളിക്കുന്ന സമയത്ത് വിശ്വം ഇവിടെ ഒരു കടൽക്കരയിൽ വന്നിരുന്നിട്ട് ചോറൊക്കെ എടുക്കുകയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ വിശ്വം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീജേടത്തി വിളിക്കുന്നത്. വേദയുടെ ഫോണിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ വിശ്വം ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ശ്രീജേടത്തിയുടെ സൗണ്ട് കേട്ട ഉടനെ വിശ്വത്തിന് സമാധാനമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്തിനാ പേടിക്കുന്നേ? എന്നിട്ട് പറയുന്നു, ഈ സമയത്ത് വേദ കോളിംഗ് കണ്ട എന്തിനാണാവോ വിളിക്കുന്നതെന്ന് വിചാരിച്ച് പേടിച്ച് പോയതാണ്. എൻ്റെ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വട്ടാന്ന് ശ്രീജ പറയുമ്പോൾ വിശ്വം ചോദിക്കുന്നത്, എന്തിനാണ് വിളിച്ചതെന്ന് പറയും. ഇവിടെ ഭയങ്കര ആർത്തിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ്. വിശ്വട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അതെ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ ചോദിക്കുന്നു, ഈ സമയത്തോ? 11 മണിയല്ലേ ആയിട്ടുള്ളൂ. സമയം നോക്കിയാണോ വിശപ്പ് വരുമ്പോൾ അല്ലേ ഭക്ഷണം കഴിക്കുന്നത്? ഈ സമയത്ത് കമ്പനിയിൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുമോ? ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എന്തും പറ്റും. ചായ കുടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചായ കുടിക്കാം, റെസ്റ്റ് ചെയ്യാം, അങ്ങനെ എന്തും പറ്റുമെന്ന് പറയുന്നുണ്ട്. ശ്രീജ അപ്പോൾ പറയുന്നുണ്ട്, അത് കൊള്ളാലോ. എന്നിട്ട് വിശ്വം പറയുന്നുണ്ട്, നീ വെറുതെ വിളിച്ചതല്ലേ, എന്നാൽ വെച്ചോ, ഞാനതൊന്ന് തീർക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള കപ്പലിൽ നിന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ശ്രീജയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു ശബ്ദം? അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അതെ, കടലിലൂടെ ഒരു കപ്പൽ പോയതാ. കടലിലൂടെ കപ്പലോ? കമ്പനിയിലോ? ഇത് ചോദിക്കുമ്പോൾ വിശ്വം ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി പൊട്ടി, അത് കമ്പനിയുടെ ഒരു സൈറണ. അപ്പോൾ പിന്നെ എന്നെ പറ്റിക്കാനായിട്ട് എന്തിനാ കപ്പലിലെ സൈറണെന്ന് പറഞ്ഞേ? ചുമ്മാ എന്ന് പറഞ്ഞിട്ട് വിശ്വം അങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ശ്രീജയും ഫോൺ വയ്ക്കുന്നുണ്ട്. വിശ്വം എന്നിട്ടിരുന്ന് പറയണം, അവളുടെ ഒരു ക്ഷേമാന്വേഷണം, കഴിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വം വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. ശ്രീജ വേദയോട് പറയാണ്, കമ്പനിയിൽ ടീ ടൈമാണ്, വിശ്വേട്ടൻ ഊണ് കഴിക്കാത്രേ. കമ്പനിയിലെ സാറൻ കപ്പലിലെ സാറൻ എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുക. എന്തായാലും ജോലി ചെയ്യുന്നതിൽ ആൾക്ക് വലിയ സന്തോഷമാണ്, അത് മതി എന്ന് പറഞ്ഞിട്ട് ശ്രീജ അടുത്ത് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ വേദയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല സംശയം തോന്നുന്നുണ്ട്. വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വിശ്വേട്ടൻ ശ്രീജയെടുത്തിയാണോ അതോ കുടുംബക്കാരെ മൊത്തമാണോ പറ്റിക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് രാധ ഓട്ടോ സ്റ്റാൻഡിലിരിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രീകാന്ത് രാധയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, രാധയല്ലേ? അപ്പോൾ രാധയാണെങ്കിൽ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്, ആരാണെന്ന് മനസ്സിലാകാതെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ? ഞാൻ വേദയുടെ സഹോദരൻ ശ്രീകാന്ത്, എൻ്റെ കുട്ടിയോടൊന്ന് സംസാരിക്കണം. എന്ത് കാര്യത്തിനാണെന്ന് രാധ ചോദിക്കുമ്പോൾ അതിവിടെ നിന്ന് പറ്റില്ല, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചോളൂ എന്ന് ശ്രീകാന്ത് പറയുന്നു. രാധ അപ്പോൾ ചോദിക്കുന്നില്ല, പെങ്ങളുടെ റെക്കമെൻഡേഷൻ കൊണ്ട് വന്നതാണോ? അയ്യോ, ഒരിക്കലുമില്ല, നിങ്ങൾക്കൂടെ ഗുണമുള്ള കാര്യമാണെന്ന് വെച്ചോളൂ. രാധ അങ്ങനെ കയറെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഓട്ടോയിൽ കയറ്റി വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിലിരുന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയുന്നത്. പക്ഷേ അത് കാണിക്കുന്നില്ല. പിന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് രാധയ്ക്ക് മനസ്സിലായല്ലോ. രാധ പറയുന്നുണ്ട്, ഞാനത്ര പൊട്ടിയൊന്നും അല്ല. ഗുഡ്. രാധ ഒട്ടും പൊട്ടിയാകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കെന്ന് വെച്ചാൽ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദയുടെ വീട്ടുകാർ മുത്തശ്ശി ഒഴികെ വേറെ ആർക്കും ഈ ബന്ധത്തിനോട് താല്പര്യമില്ല, രാധയ്ക്ക് അറിയാമല്ലോ. പക്ഷെ വേദ ഇത് മതിയെന്ന് ഒറ്റ വാശിയില്ല. ഈ നിലയ്ക്ക് ഇനിയും കുറേ കാലം മുന്നോട്ട് പോയാൽ കുട്ടിക്കറിയാലോ, അവർ തമ്മിലൊരു ഇഷ്ടം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമെന്നല്ല പറയേണ്ടത്, അതിപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു എന്നാണ്. അതിനു മുമ്പ് ഇതൊരു വലിയ പ്രശ്നമാകുമെന്ന് ശ്രീകാര്യൻ ശ്രീനിവാസന് തോന്നണം. ഒരൊറ്റ പെണ്ണുകൊണ്ട് ഏറ്റവും ജനകീയനായ നേതാക്കന്മാരെ താഴെ ഇറക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. എനിക്ക് വിക്രമനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, അത് കാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിക്രം എന്നെ അബ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് നമ്മൾ പറയുന്നുമില്ലല്ലോ. പക്ഷേ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹത്തിന് അതിന് ശ്രീനിവാസൻ്റെ പാർട്ടി കൊടുക്കുന്ന സപ്പോർട്ടിനുമെതിരെ ഒരു പെൺകുട്ടി വന്ന് നിന്നാൽ അത് നാട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഏറ്റെടുത്തോളും.
നമ്മുടെ നാട്ടുകാരുടെ ശരിക്കും സ്വഭാവം അറിയണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കിയാൽ മതി. നല്ലത് പറയുന്നതിനേക്കാൾ കുറ്റം കണ്ടെത്താൻ ആളുകൾക്ക് കൂടുതലിഷ്ടം. പക്ഷേ അത് നിങ്ങളുടെ പെങ്ങൾക്ക് ഡാമേജ് ആകില്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നാൽ രാധ പറയുന്നത് ശരിയാകും. പക്ഷേ അതിന് ശ്രീനിവാസൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് മെനക്കെടില്ല. കുട്ടിയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനേ അയാൾ ശ്രമിക്കുകയുള്ളൂ. ഇലക്ഷന് മുൻപ് അയാളൊരു വിവാദം ആഗ്രഹിക്കില്ല. ഉറപ്പ്. ഞാൻ പറഞ്ഞു തന്നതുപോലെ പറയണമെന്ന് മാത്രം. എന്നാൽ വരട്ടെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാധ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് വിക്രമിനെയാണ് കാണിക്കുന്നത്. വിക്രം വീട്ടിലേക്ക് വരികയാണ്. വിക്രം റൂമിലേക്ക് പോയതിനു ശേഷം വേദ ഇങ്ങനെ പിന്നാലെ ചെല്ലുന്നുണ്ട്. വിക്രമിനെ ഡ്രസ്സൊക്കെ മാറ്റുന്നതിനിടയിൽ വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിക്രം, മുറിയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറാണ്, നിനക്കത് കോമൺ സെൻസ് ഇല്ലേ എന്ന് വേദയോട് ചോദിക്കുന്നുണ്ട്. വേദ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ മുറിയിലേക്കല്ലേ വന്നത്. വിക്രം എന്നെ ദേഷ്യത്തിൽ, നമ്മുടെ മുറിയോ, എന്താ അല്ലേന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം അല്ലാന്ന് പറയുന്നുണ്ട്. വേദ അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ എന്ത് വിചാരിച്ചു, നിങ്ങളുടെ 6 പാക്ക് കാണാൻ വേണ്ടി ഓടി വന്നതെന്നോ? നിങ്ങൾ ആരും ഉണ്ണി മുകുന്ദനോ? നീ വലിയ വർത്തമാനത്തിൽ നിൽക്കാതെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കടി. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മിസ്റ്റർ, അത് മനസ്സിലാക്കി സമ്മതിക്കണം. ഇനി ആ വാക്കും പറഞ്ഞ് മുറി കയറാൻ നോക്കിയാലേ നിൻ്റെ വായിൽ ഞാൻ വല്ലതും കുത്തിത്തിരിക്കും, പറഞ്ഞേക്കാം. അപ്പോൾ വേദ പറയേണ്ട, പൊട്ടൻ ഈച്ച എന്ന് പറയുന്ന ഒരു ഈച്ചയുണ്ട്, അത് കടിച്ചാലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ഇളക്കം വരുമെന്ന് മുത്തശ്ശി പറയാറുണ്ട്. നിങ്ങളേത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുണ്ടോ? വിക്രമിനെ എങ്ങനെ ദേഷ്യത്തിൽ, നിൻ്റെ ഒരു മുത്തശ്ശി, ഈ സകല പ്രശ്നങ്ങൾക്കും കാരണം അവരാ. വേദ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട്, എൻ്റെ മുത്തശ്ശിയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. വിക്രം ഇപ്പോൾ പറയുന്നുണ്ട്, പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി, നിൻ്റെ മുത്തശ്ശിയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം, നിൻ്റെ മുത്തശ്ശിയാണ് കാരണം, അവരാണ് ഈ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. എന്താ മതിയോ? വേദ ഇങ്ങനെ നാടിയിൽ കൈ കൊടുത്തിട്ട് ചോദിക്കണം, അല്ല ഇതെന്ത് പറ്റി അപ്പനെ? രാവിലെ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അമ്പിയെ പോലെ പോയ ആൾ തിരിച്ചു വന്നപ്പോഴേക്കും മഞ്ഞയായിട്ട് മാറിയോ? വിക്രം അപ്പോൾ പറയുന്നു, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. സ്വഭാവത്തിലൊരു മാറ്റവുമില്ലാത്ത പാവ മനുഷ്യൻ നിന്നെ പ്രതി വിവാഹം കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ ദർശൻ ഇവിടെ നിന്നിറങ്ങിപ്പോയി, നീ അയാളെ വിവാഹം കഴിക്കുക. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി സകല പ്രശ്നവും അപ്പം തീരും, എനിക്കിത്തിരി സ്വസ്ഥതയും കിട്ടും. അത് പറ. അപ്പോൾ ശ്രീകാന്തേട്ടനോ അച്ഛനോ ഇടപെട്ട എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ട്? അയ്യോ, നിൻ്റെ അച്ഛനെ പറയണ്ട, അയാളെ മഹാകുംഭമേളയുടെ അവസാന ദിവസം വാരണാസിക്ക് പോയതാ. ഇനി 1 മാസം കഴിഞ്ഞേ വരും. ഇങ്ങനൊരു മകൾക്ക് ജന്മം നൽകിയതിൻ്റെ പേരിൽ മഹാതീർത്ഥങ്ങൾ മുങ്ങി പാപപരിഹാരം തേടി നടക്കുക ആ മനുഷ്യൻ. എന്ത് കാര്യം, ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ഇരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ വേദിക്ക് ദേഷ്യം വന്നിട്ട് പറയണം, ഇത് വെറുതെ ഒരു വാക്ക് വിളിച്ച് പറയരുത്. സമാധി എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സമാധി സമാധി സമാധി, അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. നീ എന്ത് ചെയ്യുന്നു വിക്രം ചോദിക്കുന്നു. വിക്രം, എൻ്റെ അച്ഛനെ കുറിച്ചാണ് നിങ്ങളീ പറയുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് വേദവിഷമത്തോട് പറയുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാനിങ്ങനെയൊക്കെ ലക്കിൻ ലഗാനുമില്ലാതെ ഇങ്ങനെ സംസാരിക്കും, പൊട്ട വാക്കുകളും പറയും. നിനക്ക് ചേർന്നവനല്ല ഞാൻ. അങ്ങനെ വേദയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. വേറെ ഒന്നല്ല, ഈ വാക്കുകൾ കേട്ട് മടുത്ത കാര്യങ്ങളാണ്. ദർശനോടൊപ്പമുള്ള ജീവിതം വെറുതെ ഉപേക്ഷിക്കല്ലേ. അപ്പോൾ കമലാമ്മ അത് പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഒരു ബഹളം? അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒന്നുമില്ലാമേ, വിക്രം ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചതാ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. കമലാമ്മ ശരി മോളെ എന്ന് പറഞ്ഞാൽ അകത്ത് പോകുന്നു. വിക്രം ഇങ്ങനെ കലിപ്പിൽ ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് നിന്നോട് ചൂടുവെള്ളം ചോദിച്ചത്? ഞാൻ ചോദിച്ചില്ല, പക്ഷെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കും, നിങ്ങളുടെ തലയുടെ മുകളിലൂടെ കമിഴ്ത്തുകയും ചെയ്യും. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ അനാവശ്യമായിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, മോനെ വിക്രമ, നിങ്ങളുടെ ഭാര്യയുടെ അക്രമം എന്താണെന്ന് നിങ്ങൾ അറിയും. കേട്ടോടാന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ജഗ്ഗിലിരിക്കുന്ന വെള്ളം വേദ കയ്യിലെടുക്കുകയാണ്. ഭാര്യയുടെ സ്ഥാനമല്ലേന്ന് കരുതി ഒന്ന് താഴ്ന്നു കൊടുക്കാമെന്ന് കരുതിയപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തലയുടെ മുകളിൽ കയറി ചവിട്ടി താഴ്ത്തണം അല്ലേ? അല്ലടാന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ അടിക്കാനായിട്ട് കൈ പോകുന്നു. വിക്രം ഇങ്ങനെ ഒഴിയുന്നുണ്ട് പേടിച്ച്.
കണ്ടില്ലേ, ഒരു പെണ്ണ് വന്നിങ്ങനെ മുന്നിൽ നിവർന്നു നിന്ന ശൂന്ന് പോകുന്ന ധൈര്യമേ വിക്രം എന്ന ഗുണ്ടയ്ക്കുള്ളൂ. നേരത്തെ കൈ ഓങ്ങിയതല്ലായിരുന്നു കേട്ടോ, ജഗ്ഗിലിരുന്ന് വെള്ളം ഒഴിക്കാനായിട്ടാണ് വേദ ഓങ്ങിയത്. അങ്ങനെ താഴെ ഇട്ട ആ ഷർട്ട് എടുത്ത് വേദ ഇങ്ങനെ മടക്കാനായിട്ട് കയ്യിൽ തുടങ്ങിയിട്ട് പറയാണ്, പിന്നെ അടിയും തല്ലും ഉണ്ടാക്കാൻ മാത്രം നടന്നാൽ പോരാ എന്ന് പറഞ്ഞ് ആ ഷർട്ട് കയ്യിലിങ്ങനെ മടക്കാൻ ശ്രമിക്കുമ്പോൾ വിക്രം ഇങ്ങനെ പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയണേ, ഇത്തിരി എക്സസൈസൊക്കെ ചെയ്യണം, നിങ്ങളുടെ ശരീരം അത്ര പോരാ, ഈ കുമ്പയൊക്കെ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്, ഇറങ്ങിപ്പോടി എന്നിങ്ങനെ വിക്രം പറയുമ്പോൾ വേദ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ കിണരിക്കാൻ വന്നതൊന്നും അല്ല, ഒരാവശ്യം പറയാൻ വന്നതാ. ശ്രീജയെടുത്ത് ഇന്ന് വിശ്വേട്ടനെ ഫോണിൽ വിളിച്ചിരുന്നു. സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വിശ്വേട്ടൻ ജോലിക്ക് പോകാതെ എവിടെ കറങ്ങി നടക്കുന്നതെന്നാണ്. വിശ്വേട്ടൻ്റെ ജോലി സ്ഥലത്തെ അഡ്രസ്സ് ഞാൻ തരാം, പോയെന്ന് അന്വേഷിച്ചേക്കണം കേട്ടോ. എന്നിട്ട് വേദ പറയുന്നത്, ഇനി ഇങ്ങനെ നിൽക്കണ്ട, ഷർട്ട് ഇടൂ, മാറ്റുമോ, എന്ത് വേണം അയക്കോ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോകുന്നു. എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഷർട്ടിനെ കട്ടിൽ വലിച്ചെറിയുന്നു. എന്നിട്ടിങ്ങനെ വേദ നേരത്തെ പറഞ്ഞ ആ കാര്യം ഓർത്തിട്ട് വയറൊക്കെ നോക്കിയിട്ട് പറയാണ്, അവൾ പറഞ്ഞതിൽ ശരിയില്ലാതില്ല. വേദയാണെങ്കിൽ പോയെങ്കിലും പിന്നീട് തിരിഞ്ഞ് നോക്കിയിട്ട് ഈ വിക്രം ഇത് കാണിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, തിരിച്ചറിവുകൾ നല്ലതാണ്, അത് തിരുത്താൻ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ ചിരിച്ചിട്ടങ്ങ് പോകുന്നു. എന്നിട്ട് വിക്രം ഇങ്ങനെ വീണ്ടും തൻ്റെ ശരീരത്തിനെ കുറിച്ച് പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീനിസാറിൻ്റെ വീട്ടിൽ രാധ ഓട്ടോയിൽ വരുന്നതാണ്. അപ്പോൾ രാധ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രീനിസാർ അവിടെയുണ്ട്. ആ രാധയോ, അകത്തേക്ക് വാ. രാധ പറയുന്നുണ്ട്, എനിക്ക് സഖാവിനോട് കുറച്ച് സംസാരിക്കണം. അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട്, രാധ അമ്മയുടെ രീതിയാണല്ലോ, സംസാരിക്കുമ്പോൾ സഖാവിന് തന്നെയാണല്ലോ വിളിക്കുന്നത്. ശരി സഖാവ്, രാധ പറയണം, എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളതാണ്. രാജാദി ഇരിക്കെ, എന്നിട്ട് സംസാരിക്കാം. ഞാനും വിക്രമേട്ടനും ഇഷ്ടത്തിലാണെന്ന് സഖാവിനറിയാലോ. നിനക്കവനെ ഇഷ്ടമാണെന്നറിയാം, പക്ഷേ അവന് നിന്നെ ഇഷ്ടമാണെന്ന് എന്നോടോ വേറെ ആരോടോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. രാധ പറയുന്നുണ്ട്, പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിക്രമോ, നിന്നോടോ? അപ്പോൾ രാധ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പറയുന്നുണ്ട്, അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്നു പെരുമാറുമ്പോൾ ഏതൊരു പെണ്ണിനും അത് മനസ്സിലാകും. വിക്രമേട്ടനെ മൂക്കും തുമ്പത്തെ ദേഷ്യം സഖാവിനറിയാലോ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വാശിക്ക് കെട്ടിയതാണ് ആ പെണ്ണിനെ. ആ വേദ വിക്രമിൻ്റെ വീട്ടിലോട്ട് കയറി വന്നത് അവനോടുള്ള ഇഷ്ടം കൊണ്ടെന്നാണോ സഖാവിൻ്റെ വിചാരം? അവനോടുള്ള പക തീർക്കാനാണ് അവളുടെ വരവ്. അത് മനസ്സിലാക്കാതെ പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയുടെ നവദമ്പതികൾ എന്ന് സഖാവ് അവരെ പോസ്റ്റർ അടിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്തു. ശ്രീനിവാസൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സഖാവേ, അവരെ രണ്ടുപേരെയും പൊതുജനങ്ങളുടെ മുന്നിൽ ഭാര്യ ഭർത്താവുമായി അവതരിപ്പിച്ചതിലെ സഖാവിനും സഖാവിൻ്റെ പാർട്ടിക്കും വലിയ റോളുണ്ട്. അതിൽ നിന്ന് പിന്മാറാനേ സഖാവിന് പറ്റില്ല. ശരി, ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാനിപ്പോൾ എന്ത് വേണമെന്ന് രാധ പറയുന്നത്? സഖാവെ, അവരെ രണ്ടുപേരെയും പിരിക്കണം. പാർട്ടിയുടെ പേരിൽ കള്ളഭർത്താവും കള്ളഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് സഖാവ് അവരോട് പറയണം. ഇത് രാധ സ്വയം പറയുന്നതോ അതോ മറ്റാരെങ്കിലും പറയിപ്പിക്കുന്നതോ? അപ്പോൾ രാധ പറയുന്നുണ്ട്, ഞാൻ സ്വയം പറയുന്നത് തന്നെയാണ്. വേദയുടെ സഹോദരൻ ശ്രീകാന്തും ഇവിടെ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അതൊന്നും എനിക്കറിയണ്ട. സഖാവ് ഇടപെട്ടില്ലെങ്കിലേ എനിക്കും എൻ്റേതായ രീതിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അത് കൊള്ളാലോ, രാധയ്ക്ക് ഭീഷണിയൊക്കെ വശമുണ്ടോ? ഭീഷണിയല്ല സഖാവേ, ഗതികേട് കൊണ്ടാണ്. ഇതിലെന്ത് ഗതികേടാ കുട്ടിയുള്ളത്? നീ ഇപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ പേര് ഗതികേടെന്നല്ല, കൊതിക്കേറുവെന്നോ. നിന്നോട് ഇഷ്ടമാണെന്നോ വിവാഹം കഴിക്കാമെന്നോ ഇതുവരെ പറയാത്തൊരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അത് സഹിക്കാനാവാത്തതുകൊണ്ട് മാത്രം നിനക്ക് തോന്നുന്ന അസൂയാണ് നീ ഇവിടെ വന്ന് വിളമ്പുന്നത്. നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അവരത് ചെയ്യുന്നത് നിന്നോടുള്ള ദയ കൊണ്ടോ സഹാനുഭൂതി കൊണ്ടോ അല്ല. എന്തിന്, വേദയോട് പോലും അവർക്കുള്ളത് സ്നേഹമോ അലിവോ അല്ല. അവരുടേത് വെറും ദുരഭിമാനമാണ് മോളെ. സ്വന്തം സ്റ്റാറ്റസിന് നിരക്കാത്ത ബന്ധത്തെ അംഗീകരിക്കാനുള്ള മടി. ആ കുരുക്കിൽ നീ വെറുതെ തലവെച്ച് കൊടുക്കരുത്. നിന്നോട് അവരെന്തൊക്കെ പറഞ്ഞു? വിക്രമിൻ്റെ വീട്ടിൽ മുന്നിൽ നിരാഹാരം ഇരിക്കാനോ?
അതോ പാർട്ടി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനോ? അതുകൊണ്ട് ആർക്കായിരിക്കും നഷ്ടം? പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ പഞ്ചായത്തിലൊരു വിശദീകരണ യോഗം സംഘടിപ്പിക്കേണ്ടി വരും. അതിൽ വിക്രം നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് പിന്നിൽ വേദയുടെ വീട്ടുകാരെന്നൊരു പ്രചരണം നടന്നാൽ വേദ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണെന്ന് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചാൽ നിന്റെ വില എന്താവും? അത് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ വെറും ഒരു കോമാളിയായി മാറില്ലേ? ആളുകൾ നിന്നെ നോക്കി പരിഹസിക്കില്ലേ? രാധ പറയുന്നത്. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ സഖാവ് പറയുന്നത്? വിക്രം നിൻ്റേതല്ലെന്ന് നിൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ചെറുപ്പകാലം മുതൽ നിൻ്റെ കൂട്ടുകാരനായിരുന്നില്ലേ അവൻ? അതിനേക്കാൾ വലിയ എന്ത് ബന്ധമാണ് ലോകത്തിൽ വേറെ ഉള്ളത്? വിക്രം എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്നെ പ്രതി അവൻ അങ്ങനൊരു തോന്നൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. വിക്രമേട്ടനെ അവളോടും അങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. അപ്പോഴോ? എന്നവൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെന്ന് അവൻ അടിമുടി അറിയാമെന്ന് എനിക്ക് പോലും ഉറപ്പില്ല. വയറിംഗ് എല്ലാം കഴിഞ്ഞ് ലൈറ്റും ഫാനും ഫിറ്റ് ചെയ്ത് കാത്തു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു ദിവസം ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ആ വീടാകമാനം പ്രകാശിക്കും. അതുപോലൊരു വ്യക്തിയുടെ മുന്നിൽ പ്രകാശം നിറഞ്ഞൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നാം അതിനെ പ്രണയമെന്ന് വിളിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതിന് മറ്റൊരു പേരാ വിളിക്കുക. എന്താണെന്നറിയോ? ലൈൻ വലിക്കുക എന്ന്. വഴിയരികിലെ പോസ്റ്റിൽ നിന്ന് വീട്ടിലെ മീറ്റർ ബോക്സിലേക്ക് ലൈൻ വലിക്കുന്ന പോലെ രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ വലിക്കുന്ന ലൈനാണ് ഈ പ്രേമം. വിക്രം ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് നിനക്ക് ആ കണക്ഷൻ തന്നിട്ടില്ല. വേദയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ വക്കീലില്ലേ ദർശൻ, അയാളുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വിവാഹം നിശ്ചയിച്ച് കോമഡിയായ ആളല്ലേ അയാൾ. എന്നിട്ടും വേദയ്ക്കൊരാവശ്യം വന്നപ്പോൾ അയാൾ സഹായത്തിനെത്തിയില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? പ്രേമം ടോക്സിക് ആകുമ്പോഴാണ് ഒരിക്കൽ പ്രേമിച്ചവരെ കൊല്ലാനും അവരെ നേരെ ആസിഡ് ഒഴിക്കാനും ഇല്ലാതാക്കിയിട്ടാണെങ്കിലും അവർ സ്വന്തമാക്കാൻ തോന്നുന്നത്. അത് ക്രിയേറ്റീവായ ഒന്നാണെങ്കിൽ ഒരിക്കൽ പ്രേമിച്ചവരോട് ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും നമുക്ക് പെരുമാറാൻ കഴിയും. ഞാൻ പറയുന്നത് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിതകാലം മുഴുവനും വെളിച്ചമില്ലാത്തൊരു ഇരുട്ടറയായിട്ട് അടഞ്ഞു കിടന്നോട്ടെ എന്നാണോ സഖാവ് പറയുന്നത്? ശ്രീനിവാസൻ പറയുന്നുണ്ട്, രാധയെ ഞാൻ പറയുന്നത്. അപ്പോൾ രാധ പറയുന്നുണ്ട്, മതി സഖാവെ, എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. രാധ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വിക്രം ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് വരുന്നത്. വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ? രാധ ഇങ്ങനെ ഒന്നും ഇടാതെ ദേഷ്യത്തിൽ പോകുന്നുണ്ട്. വിക്രം അകത്ത് കയറിയിട്ട് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ രാധ വന്നത്? നിന്നെക്കുറിച്ച് പരാതി പറയാൻ. വേറെന്തിനാ? ചെറുപ്പം മുതൽ സ്നേഹിച്ച് നീ അവളെ വഞ്ചിച്ചു എന്നാ ഇപ്പോഴത്തെ ആരോപണം. സാറേ, ഞാനൊരിക്കലും അവളോട്. അപ്പോൾ സ്റ്റീൻ സാറ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യമാണ്. രാധയോട് നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലയെന്ന് എനിക്കറിയാം. വേദയോടുണ്ടോ അത്? അത് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ മറുപടിയില്ലാതെ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, മുഖത്ത് നോക്കി ഉത്തരം പറയണം. ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ശ്രീനി സാറ് പറയുന്നുണ്ട്, അപ്പോൾ ഇനി ഉണ്ടായിക്കൂടുന്നില്ല. മതി, ഇപ്പം തന്നെ ഞാൻ ഉത്തരം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം എപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഉത്തരമാകുമ്പോൾ അത് മുഖത്ത് നോക്കി പറയണം. എൻ്റെ അല്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ രാധയുടെ മുഖത്ത് നോക്കി. അതുവരെ കാറ്റത്ത് പാറി നടക്കുന്ന കരിയില പോലെ അലയാനാണ് അതിൻ്റെ വിധി. പാവം, മനസ്സ് കൊടുത്ത് പ്രേമിച്ചവരെ ഫിലോസഫി പറഞ്ഞ് തോൽപ്പിക്കാൻ പാടാ. ഞാൻ ശ്രമിച്ചത് അതിനാ. ഒരു പരിധിവരെ തനിക്കത് ഗുണം ചെയ്തേക്കും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.